മെയ് മാസത്തിൽ ബംഗാൾ ഉൾക്കടലിലും. എന്നാൽ ഡാന എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് 2024 ഒക്ടോബറിൽ ഒഡീഷ തീരത്ത് വീശിയടിച്ചു. ഒഡീഷയിലെ ഡാന ചുഴലിക്കാറ്റ് 2024 ഒക്ടോബറിലും. 13 ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡിയേത്? ആൻസർ ഡി ആണ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യാവസായിക നയം എന്ന് പറയുന്നത് 56 അല്ല, 56 വന്നത് സ്വതന്ത്ര ഭാരതത്തിലെ രണ്ടാമത്തെ വ്യാവസായിക നയമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഭരണഘടന എന്നൊക്കെ അറിയപ്പെടുന്ന 1956 കമ്പനീസ് ആക്ട് ആണ്. അത് രണ്ടാമത്തെ നയമാണ്. എന്നാൽ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യാവസായിക നയം എന്ന് പറയുന്നത് 1948 ഏപ്രിൽ 6 വന്ന ഇൻഡസ്ട്രിയൽ പോളിസിയാണ്. 1948 ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ട് ഒരു വ്യാവസായിക നയം 1948. രണ്ടാമത്തെ വ്യാവസായിക നയമാണ് 1956 ഉണ്ടായത്. ഇനി ദേശീയ ആസൂത്രണ സമിതി 1938 സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു അന്ന് INC പ്രസിഡന്റ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലാണ് ദേശീയ ആസൂത്രണ സമിതി ഉണ്ടാകുന്നത്. ഇനി ബോംബെ പ്ലാൻ ആണ്. ബോംബെ പ്ലാൻ 8 വ്യാവസായികളുടെ പ്ലാനാണ്. ബോംബെ പ്ലാൻ 1944 4 കൂട്ടിയിട്ടാണ് 8. അപ്പോൾ 44 ബോംബെ പ്ലാന്. പിന്നെ സി ആസൂത്രണ കമ്മീഷൻ രൂപീകരണം 1950. 14 ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്, 2ഉം 3ഉം എല്ലാം ശരിയാണ്. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. ഇന്ത്യയിലെ ബാങ്ക് ദേശസാൽക്കരണം 2 പ്രാവശ്യം നടന്നത്, 1969 1980. 1969 14 ബാങ്കുകളും 1980 6 ബാങ്കുകളും ദേശസാൽക്കരിക്കപ്പെട്ടു. 1969 ഇന്ദിരാഗാന്ധിയും VV ഗിരിയും, 1980 ഇന്ദിരാഗാന്ധിയും നീലം സഞ്ജീവ റെഡ്ഡിയോ ആയിരുന്നു. അപ്പോൾ ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റിന്റെയും കോംബോ നമുക്ക് ഒരേപോലെ പഠിക്കാം. അതായത് ഇന്ദ്രഗിരി എന്നും പഠിക്കാം, ഇന്ദ്രനീലം എന്നും പഠിക്കാം. ഇന്ദ്രഗിരി 69 ഇന്ദ്രനീലം 80. അപ്പോൾ ഇന്ദിരാഗാന്ധിയും VV ഗിരിയും 69 ബാങ്ക് ദേശസാൽക്കരണം, ഇന്ദിരാഗാന്ധിയും നീലം സഞ്ജീവ റെഡ്ഡിയും ഇന്ദ്രനീലം 80. അപ്പോൾ നമുക്ക് പ്രൈം മിനിസ്റ്ററിനും പ്രസിഡന്റിനും നമുക്ക് കിട്ടും. അപ്പോൾ 1969 അത് ശരിയാണ്. 1993 ആദ്യമായിട്ട് ബാങ്ക് ലയനം സംഭവിക്കുന്നത്. അന്ന് ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് ലയിച്ചത്. ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചത് 1993. അതെന്താ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അത് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ പൊതുമേഖലാ ബാങ്കുകളുടെ ലയനം സംഭവിക്കുന്നത്. 1770 ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. 1770 ആരംഭിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ തന്നിട്ടുള്ളവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആദം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയമേത്?